രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ രണ്ടാമതൊരു അവസരം തരാത്ത രോഗമാണ് പേവിഷബാധ. മൃഗങ്ങളിൽ നിന്നും കടിയോ പോറലോ ഏൽക്കുകയോ ഉമിനീര് മുറിവിൽ പുരളുകയോ ചെയ്യുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ ചെയ്യേണ്ടത് മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. പൈപ്പിൽ നിന്നും വെള്ളം മുറിവിൽ നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതിപ്പിച്ച് 10-15 മിനിറ്റെങ്കിലും സമയമെടുത്ത് കഴുകണം. മുറിവ് വൃത്തിയാക്കാൻ വേണ്ടിയല്ല, മറിച്ച് മുറിവിൽ പുരണ്ട ഉമിനീരിൽ മറഞ്ഞിരിക്കുന്ന അതിസൂക്ഷ്മ വൈറസുകളെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴുകുന്നത്. റാബീസ് വൈറസിന്റെ പുറത്തുള്ള കൊഴുപ്പ് തന്മാത്രകൾ ചേരുന്ന ഇരട്ട ആവരണത്തെ അലിയിപ്പിച്ചു കളഞ്ഞ് മുറിവിൽ നിക്ഷേപിക്കപ്പെട്ട 95% വൈറസുകളെ നിർവീര്യമാക്കാനുള്ള ശേഷി സോപ്പിന്റെ രാസഗുണത്തിലുണ്ട്. ഈ രീതിയിൽ യഥാസമയത്ത് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയുടെ അഭാവമാകാം ഒരുപക്ഷേ പേവിഷ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച ചിലരിൽ രോഗബാധയുണ്ടാകാൻ ഇടയാക്കിയത്. പലപ്പോഴും തല, കൺപോള, ചെവി പോലുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ പലരും പേടി കാരണം കൃത്യമായി കഴുകാറില്ല. ഇത് അപകടം വിളിച്ചു വരുത്തും. പേവിഷ വൈറസിന്റെ ലക്ഷ്യസ്ഥാനമായ മസ്തിഷ്കത്തോട് അടുത്തുകിടക്കുന്ന തല, മുഖം, കഴുത്ത് എന്നിവിടങ്ങളിൽ കടിയേറ്റാൽ 5 മിനിറ്റിനകം തന്നെ പരമാവധി സമയം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. കഴുകുമ്പോൾ വെറും കൈ കൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കണം. പകരം കൈയുറ ഉപയോഗിക്കാം. മുറിവ് എത്ര ചെറുതാണെങ്കിലും ഈ വിധം പ്രഥമ ശുശ്രൂഷ ചെയ്യാതിരിക്കരുത്. പ്രഥമ ശുശ്രൂഷ കഴിഞ്ഞാലുടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടണം.